ഹലോ. ഹലോ. ഓ ഭയങ്കര ഉഷാറാവുന്നല്ലോ. എന്ത് ഉഷാറ്? ഉള്ള ഉഷാറില് നീ ഇന്നലെ ഷോപ്പിൽ വന്നപ്പോഴെല്ലാം പോയില്ലേ? എന്തേ? എന്ത് പറ്റി? എന്ത് പറ്റാൻ വന്നേരം നീ കണ്ടിട്ടില്ലേ അവസ്ഥ? അല്ല, ഭയങ്കര സൂപ്പർ ആയിരുന്നല്ലോ. പിന്നെ വരുവല്ലോ. എനിക്ക് മനസ്സിലായിട്ടില്ലേ വന്നേരം? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെടും. നല്ലത്. നീ പറഞ്ഞതിലപ്പുറം കടന്നു കേട്ടോ. അതാണ് പറഞ്ഞേ. എന്താ പറയാ, വരുമ്പോ കുറച്ച് ഐശ്വര്യലായിട്ട് വരണ്ടേ? ഐശ്വര്യത്തോടെ വന്നോണ്ടാണ് അങ്ങനെയായത്. അതെ, ഐശ്വര്യത്തോടെ വന്നോണ്ട് എന്തായി? ഇഷ്ടംപോലെ കച്ചവടം ഉണ്ടായിരുന്നു ഷോപ്പില്. എന്നാലും നീ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നു ചോദിച്ചു കേട്ടോ. അത് ഞാൻ പറ്റിച്ചല്ല, നീ വരുമ്പോ ഇഷ്ടംപോലെ കസ്റ്റമറും ഷോപ്പിലേക്ക് വന്നു. പിന്നെ അവരെ ഇറക്കി വിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, നീ വന്ന് നല്ല ഐശ്വര്യം കൊണ്ട് തന്നെ വന്നേ. കച്ചവടം ഇന്നലെ അടുത്ത കാലത്തൊന്നും ഇല്ലാതെ കച്ചവടം ഇതിലാ നടന്നേ. പിന്നെ എനിക്ക് നിന്നോട് സംസാരിക്കാനും സമയമില്ല. അവരൊന്നും പറയാൻ പറ്റും. അല്ല, എന്നോട് പറയാ വിളിക്കും. അതിനെ മോശമൊന്നും വന്നിട്ടില്ലല്ലോ. ആർക്ക്? എനിക്ക് മോശം വന്നിട്ടില്ല. അല്ല, നിനക്കെന്നാ മോശം വന്നില്ല? വന്ന് ആ ഡ്രസ്സൊക്കെ ചുളിയാണ്ട് അവിടെ സൈഡിൽ ഇറങ്ങാണ്ട് ഇരിക്കാൻ പറ്റിയില്ലേ? പിന്നെ ഭയങ്കര ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട്. അല്ല, അതിന് മാത്രം ഇവിടെ ഇത്രപാട് കസ്റ്റമർ വന്ന എനിക്ക് ഒരു പിടിയില്ല കേട്ടാ. സത്യം പറഞ്ഞില്ലേ, നീ പോയാ നീ വരുന്നേം കാത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ ഓട്ടോയിൽ വന്നിട്ടാണ് ഇറങ്ങി നീ കണ്ടിട്ടില്ലേ? ബാക്കി ഷോപ്പ് കയറി ഞാൻ ക്ലാസ് പൂട്ടാന്ന് വെക്കുമ്പോഴേക്കാണ് ആൾക്കാർ, അതും എല്ലാം പരിചയമുള്ള ആൾക്കാർ. എന്നോടാടുന്നില്ലേ എനിക്ക് ദേഷ്യല്ലേ വന്നിട്ട് ഞങ്ങൾക്ക് സങ്കടമായത്. 3 മാസം കൂടിയിട്ട് ഒരാള് നമ്മളെ കാണാൻ വന്നിട്ട് നോക്കുമ്പോ അയാളോട് സംസാരിക്കാനും ഒന്നിനും സമയമില്ല. ഞാനില്ലേ ഇതിൽ ആവേശത്തിൽ അവരൊന്നും ഇല്ലല്ലോ, മാത്രല്ലേ ഉണ്ടാവും എല്ലാം ആലോചിച്ച് അങ്ങനെ വന്നതാ. നീ വരുന്നവരെ ഞാനും അതെല്ലാം ആലോചിച്ച് നമ്മളെ പഴയ കാലമൊക്കെ ആലോചിച്ച് അന്നേരം ഈ ഒരൊറ്റ ആൾക്കാർ അങ്ങോട്ട് കയറിയിട്ടില്ല, ഒരു കച്ചവടവും നടന്നിട്ടില്ല. പിന്നെ പിള്ളേരോട് വരണതുകൊണ്ട് അവരും ലീവ് ചെയ്യും. ഞാൻ ഷോപ്പൊക്കെ നല്ല അടിപൊളിയായി സെറ്റപ്പ് ആക്കി എല്ലാം നിന്ന്. പക്ഷേങ്കില് അതാ കച്ചവടേ നടന്നിട്ടുള്ളൂ. നമ്മുടെ കാര്യം നടന്നില്ലല്ലോ. അവസരം കിട്ടുന്നില്ല. അതെന്താ നീ വീണ്ടും ഗൾഫിലേക്ക് പോകും? ഞാൻ പോയാലോ എന്ന് ആലോചിക്കുന്നു. നീ വേണ്ടാതെ കടുങ്ങയൊന്നും ചെയ്തേക്കല്ലേ. 3 മാസം എങ്ങനെയാ തള്ളി നീക്കാന്ന് എനിക്കേ അറിയുള്ളൂ. കാര്യം എല്ലാം ചോദിക്കുന്നത് ഇതിപ്പോ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അടുത്ത പോകാൻ വഴിയുന്നു. നീ വിളിച്ചാൽ ഞാൻ വരികയില്ല, ഷോപ്പിൽ വരില്ല. ഇങ്ങനെ സ്റ്റൈല് വെച്ച് അത് ഞാൻ മേക്കപ്പ് ചെയ്തു. ഒന്നല്ല, മുഖേല നല്ല ഇങ്ങനെ അന്നമായ എണ്ണ മൂത്തോട്ടല്ലോ. അത് ഞാൻ എണ്ണ തേച്ച് കുടിച്ച് അടിപൊളി ഭക്ഷണമെല്ലാം കഴിച്ച് പുഷ്ടിപ്പെട്ട് വന്നല്ലേ. പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. എന്ന് പുഷ്ടിപ്പെടാനാ നമുക്ക് പണ്ടത്തെ കഞ്ഞിയും ചോറും തന്നെയല്ലേ. നീ ഗൾഫിൽ പോയിട്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാനല്ലേ. എന്താ വേണ്ടേ? ഗൾഫിലെ ഭക്ഷണം കിട്ടൂലല്ലോ. സൗണ്ടില്ലേ? സൗണ്ടില്ലേ? ഞാൻ ചോദിക്കുന്നേ, ഇക്കാക്ക് അങ്ങ് നല്ലോണം ഭക്ഷണമൊക്കെ തന്ന് ഉഷാറാക്കി വിട്ടിനല്ലേ. പിന്നെ എന്തിനും കുറവ്? അതെനിക്കറിയില്ലേ, ഞാൻ പറയുന്ന ലിസ്റ്റില്
അതെ, അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പിന്നെ 3 മാസം നീ തള്ളി നീക്കിയതല്ലേ. ഞാന് തള്ളി നീക്കിയെന്ന് എനിക്കറിയില്ലല്ലോ. ഇവിടെ വന്നിട്ട് നോക്കുമ്പോന്ന് പറയണ്ടേ. അത് സാരല്ല, ഇന്നല്ലേ. വണ്ടിയെല്ലാം പോയി. അതാ ഞാൻ പറഞ്ഞ, പിന്നെ നമുക്ക് ഒന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിക്കൂടേനോ? പുറത്ത് എവിടെ പോവാ? നീ വരായിട്ടില്ല, നമുക്കല്ലേ പുറത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് ചുറ്റി അടിച്ച് ഫുഡെല്ലാം കഴിച്ച് സെറ്റപ്പ് ആക്കിട്ട് വന്നുകൂടാനോ? നമ്മളെല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ആരെങ്കിലും കാണാൻ. ആര് കാണാൻ? കർത്താനോട് വിട്ട് ആര് കാണാനാ? നീ കാർ എടുത്തിട്ടില്ലേ? കാർ എടുത്തിട്ടെന്നെ പോവേനു. നീ പിന്നെ പുറത്ത് വരില്ലാന്നല്ലേ, എന്നാ പിന്നെ ഷോപ്പിൽ പോവാന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനെ പോയാലോ? ഞാൻ റെഡിയാ. രസല്ലേ, നമുക്ക് അധികം അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അധികമില്ലെന്ന് അതുണ്ട്. ഞാനൊന്നും അറിയാ. ഒന്നും പറയണ്ട, നീ പണ്ടത്തെ ചങ്ങായിമാരുടെ പേരെല്ലാം പറ. അവിടെ പോണല്ലേ പറയുള്ളൂ, ഒന്നോട് പറഞ്ഞപ്പോ നല്ലത്. ഇവിടുത്തെ ചങ്ങായിന്റെ പേര് പറഞ്ഞിട്ടാണ്. ഒരു കാര്യം ചെയ്യാം. ഇന്നെന്തായാലും ഞാൻ രാത്രി വീട്ടിലേക്ക് വരട്ടെ. മുമ്പ് വന്നല്ലേ. ശരിയാവുക. എന്നാ പിന്നെ ഞാനൊരു 11-12 മണിയാകുമ്പോ അന്ന് നീ മുമ്പത്തെ ആ ഡോറിലെ വേക്കലേ, അത് പൊളിച്ചിട്ടൊന്നുമില്ലല്ലോ? അത് പൊളിച്ചിട്ടില്ല. എന്നാ ആ ഡോർ നീ പഴയ കൂടെ തുറന്നിട്ട് നമുക്ക് പഴയ ഇടപാട് തന്നെ ഇനിയും തുടങ്ങാം. ഇന്ന് തന്നെ ശരിയാണ്. പക്ഷേങ്കില് ബസ്സിന് കുഴപ്പമില്ലല്ലോ. ആ പട്ടിയിലെ വീടില്ലേ, അവിടെയൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. നീ പറഞ്ഞ് പേടിപ്പിക്കല്ല. ഇപ്പൊ നീ പറഞ്ഞ് പേടിപ്പിക്കല്ല. ഇങ്ങനെ വണ്ടി ഉരുട്ടി വരുമ്പോ അല്ല, വണ്ടി ഞാൻ അടിങ്ങറും വേറെ മേലോട്ടുള്ള അടിങ്ങും ഒതുക്കി ഇടയ്ക്ക് വെച്ചിട്ട് നടന്നിട്ട് വന്നു. ഞാൻ അങ്ങനെ സമയമില്ലാതെ സമയം ഇങ്ങനെ വരുമ്പോ എന്താ പട്ടി കിടക്കുന്നുണ്ട്. എന്താ പട്ടി കുഴക്കും, പക്ഷെ ഇല്ലാണ്ട് അങ്ങനെയും വരാം. അതിന്റെ കണ്ണുപൊട്ടിക്ക് വരാം. ആവശ്യം പട്ടിന്റെ അല്ലോ, എന്റെ ആവശ്യം ഇപ്പില്ലേ. വേണ്ട എപ്പാ ഞാന് നിന്നെ കണ്ടിട്ടില്ല നോക്കുന്നില്ലേ, ഒന്ന് കണ്ട് സംസാരിക്കാം. നീ എന്നെ പറ്റിച്ച പോലെ ഞാൻ പിന്നെ പറ്റിക്കേണ്ടി വരും. അയ്യോ പറ്റിക്കല്ലേ, നീ ഇന്ന് വന്ന് ഞാൻ നിന്നെ സത്യമായി പറ്റിക്കല്ലോ. നീ കണ്ടല്ലേ? ഞാൻ കണ്ടതാണ്. ഞാൻ പറ്റിക്കാം. പിന്നെപ്പാ ഇന്ന് വന്നാല് ആ ഒരു ആവേശത്തോട് കൂടി എനിക്ക് വരും. പിന്നെ 12 മണിയാകുമ്പോ 12 മണിയാകുമ്പം വരാം. എന്നാലും 12 മണിയാകുമ്പം എന്തായാലും ഡോറ് തുറന്നിടണേ. പിന്നെ അവിടെ നിന്ന് വിളിക്കാനും പറ്റില്ല. ഞാൻ 10 മണിക്ക് കിടക്കുമ്പോൾ 11 മണിയാകുമ്പോ എത്തിക്കൂടെ? 11 മണിയാകുമ്പോ എത്തിക്കൂടെ? നമുക്ക് അത്രയും സമയം കിട്ടുമല്ലോ. വേണ്ട, ഉമ്മ ഉറക്കം പിടിക്കണേ. വേഗം ഉറങ്ങൂലേ? 12 മണിയാകുമ്പല്ലേ കുറച്ച് നല്ല. എന്നിട്ട് ഞാന് മുമ്പൊക്കെ പോകുമ്പോ രാവിലെ, എന്നിട്ട് ഞാൻ രാവിലെ ഒരു 4 മണിയാകുമ്പോ എഴുന്നേറ്റ് പോവാം. എന്താ? 4 മണിക്ക് പോവാ. അപ്പൊ നീ വണ്ടി വെക്കും? വണ്ടി കുറച്ച് മേലോട്ട് മുമ്പ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇപ്പാർ തന്നെ ഉണ്ടാവുമല്ലോ. ചെറിയ മൈതാനം പള്ളിയില്ലേ, അതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി വെച്ചാൽ അങ്ങനെ കാണില്ല. 12 മണിക്കാരല്ലേ, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നല്ല, നമ്മള് ഒരു കാര്യമോ നമ്മളങ്ങനെയൊന്നല്ല, നമ്മളൊരു കാര്യമായ ആവശ്യത്തിന് വരുന്നല്ലേ. അതറിയില്ല, നമ്മള് പിന്നെ എന്താ പറയണ്ടേ, നമുക്ക് രണ്ടാൾക്കും ആവശ്യമുള്ള ഒരു കാര്യത്തിന് വരുന്നല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ഷോപ്പിൽ പണി ഉണ്ടല്ലേ, തിരക്കിയിരിക്കില്ലേ? അല്ലെ ഞാൻ വരുമ്പോ മാത്രമേ തിരക്കുണ്ടാവും. ഇന്ന് പിള്ളേരുണ്ട്.
ഇന്നലെ നീ വന്നു പോയതിനു ശേഷം പിന്നെ ഞാൻ രാത്രി ഉറങ്ങിയിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ കച്ചവടം മുറുകി. ഇപ്പൊ കച്ചവടം കേട്ടോ. ഇപ്പൊ കച്ചവടം പിള്ളേരുണ്ട് അവിടെ. ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഇത് വെക്കട്ടെ, നോക്കട്ടെ.